ഒരു ബോളിൽ 3 വിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾ കറക്റ്റ് പറഞ്ഞ കുറുക്കിക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് കൊടുത്തത്. ആ യാഷിന്റെ ഒരു പടത്തിന്റെ ടീസർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോണ്ടത്തിന്റെ ആട് പോലെ. കഴിഞ്ഞ ദിവസം നമ്മുടെ KGF നായകനായിട്ടുള്ള യാഷിന്റെ പുതിയൊരു പടമായിട്ടുള്ള ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ പുതിയ ടീസർ വന്നിട്ടുണ്ട്. യാഷിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അതിന്റെ ടീസറാണ് വന്നിരിക്കുന്നത്. ബിസിനസ് വാല്യൂ ഭയങ്കര വലുതാണ് യാഷിന്റെ ഒരു പുതിയ പടം. അപ്പൊ അതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഗീതു മോഹൻദാസ് ആണ്, മലയാളിയാണ്. ഇവരാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ടീസറൊക്കെ വമ്പ ഹിറ്റാണ്, ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലൂടെ ഒരു ബോളിൽ 3 വിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നിതിൻ രഞ്ജി പണിക്കർ, കസബ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ് നിതിൻ രഞ്ജി പണിക്കർ. പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ടീസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോണ്ടത്തിന്റെ പരസ്യത്തിന്റെ ഒരു ആഡ് പോലെ ആ ടീസർ തോന്നും. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യാഷ് അഭിനയിച്ച ആ ടീസർ കാണാൻ ഇതിനകത്ത് ഇത് വിമർശനം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് കസബ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു പടത്തിന്റെ ഒരു വിഷയം എടുത്തിട്ട് ഈ പാർവതി തിരോത്ത്, റീമാ കല്ലെങ്കിൽ, ഗീതു മോഹൻദാസ് ഇവരെല്ലാം കൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ സ്ത്രീ ശരീരത്തെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെ മോശമാക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അന്ന് അവർ പറഞ്ഞത്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടുള്ള കസബയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അന്ന് പാർവതി തിരോത്ത് സിനിമയുടെ പേരൊന്നും പറയാൻ നിന്നില്ലായിരുന്നു. പക്ഷെ ഗീതു മോഹൻദാസ് അടുത്തിരുന്ന് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എരി കയറ്റി കൊടുത്ത് പാവം പാർവതി തിരോത്തിനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ചാടിക്കുന്ന ഒരു അവസ്ഥയല്ല, കുഴി ചാടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പാർവതി തിരോത്തിന്റെ കരിയർ എങ്ങോട്ട് പോയി എന്ന് നമുക്കറിയാം. സിനിമാ മേഖലയിൽ തന്നെ പാർവതി തിരോത്തൊക്കെ ഇല്ലാതാവുന്നൊരവസ്ഥ നമ്മൾ കണ്ടായിരുന്നു. ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അവർ ഇല്ലാതായിപ്പോയി. കഴിവും പ്രാപ്തിയുള്ളൊരു നടിയായിരുന്നു പാർവതി തിരോത്ത്. അനാവശ്യമായിട്ട് പല സ്റ്റേറ്റ്മെന്റും പറഞ്ഞ് അവരുടെ കരിയർ തന്നെ നശിപ്പിക്കുന്ന കണ്ടു. കുറേ നാൾ ഇവരെ ഒന്നും സിനിമയിലേ ഇല്ലായിരുന്നു. കുറേ പടങ്ങൾ, നല്ല രീതിയിൽ പടങ്ങൾ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഒരു നടിയായിരുന്നു ഈ പാർവതി തിരോത്ത്. പക്ഷെ ഇവരെ പോലുള്ള കുറച്ച് ആൾക്കാരുടെ ഒക്കെ കൂടെ കൂടിയിട്ട് ഇവർ കുറേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞ് ഒരു സിനിമ തന്നെ, മൈ സ്റ്റോറി എന്നാണ് തോന്നുന്നത് സിനിമയുടെ പേര്, പാർവതി തിരോത്ത് ഉള്ളത് കൊണ്ട് തന്നെ പൊട്ടിപ്പോയിട്ടൊരു പടമുണ്ട്. ആ പടം ഇല്ലാതായി പോകുന്നൊരവസ്ഥ. അത്രയ്ക്ക് ഹേറ്റായിരുന്നു ഇവിടെ ആൾക്കാർക്ക്. മമ്മൂട്ടിയൊക്കെ കയറി ചൊറിയാൻ പോയിട്ട് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ്. പിന്നെ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ സംസാരിക്കും, നയൻതാര സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുക. എനിക്ക് ഇവരുടെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം സംസാരിക്കുന്ന ഒരു നിലപാടൊന്നും ഇവർക്കാർക്കും ഇല്ല. ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ തട്ടുമുട്ട് വരുന്ന നേരത്തെ ഇവർ സംസാരിക്കുമെന്നല്ലാതെ കേരളത്തിലെ മലയാളം മേഖലയിലുള്ള സിനിമകളിലെ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം ഇവർ സംസാരിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പല സ്ത്രീകളും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. WCC അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനകളൊക്കെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കുന്ന സംഘടനകളൊന്നുമല്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ, അതിലെ മെമ്പർമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ സംസാരിക്കും എന്നുള്ളതല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി മുഴുവനായി സംസാരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇത് എന്തായാലും നിതിൻ രഞ്ജി പണിക്കർ, കസബയുടെ ഡയറക്ടറാണ്, നമ്മുടെ രഞ്ജി പണിക്കറിന്റെ മകനാണ്. നിതിൻ ഇട്ടിരിക്കുന്ന പോസ്റ്റിങ്ങിന് സ്ത്രീ വിരുദ്ധ തരുമ്പമില്ലാത്ത, സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന, ആൺനോട്ടങ്ങളില്ലാത്ത, കസബയിലെ ആൺമുഷ്ക് മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം, സൈറ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റി വിട്ട പുള്ളി ഇപ്പോൾ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീ വിരുദ്ധത വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി ടോക്സിക് മൂവി എന്നുള്ള രീതിയിലാണ് സ്റ്റോറി ഇട്ടിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞ കുറുക്കിക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് കൊടുത്തത്. അന്ന് സ്ത്രീപക്ഷം പറഞ്ഞു, അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തെ മാർക്കറ്റ് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിലവിളിച്ച ടീമൊക്കെ മറ്റൊരു സ്റ്റേറ്റിൽ പോയിട്ട് യാഷിനെ വെച്ച് ഡയറക്റ്റ് ചെയ്തൊരു പടത്തിൻ്റെ ടീസർ വരുന്നുണ്ട്. ഇപ്പോൾ ടീസറാണല്ലോ വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ തോക്ക് നക്കുക, സ്ത്രീകളെ ഉപയോഗിച്ചുള്ള പരിപാടി, ഇതുപോലുള്ള കുറേ കലാപരിപാടിയൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. സ്ത്രീ ശരീരത്തെ മാക്സിമം ആ ടീസറിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലിരുന്ന് സ്ത്രീപക്ഷമൊക്കെ പറയും, സ്ത്രീകളെ പറ്റിയൊക്കെ പറയും. കേരളത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ സകല പരിപാടിയും കാണിക്കുന്ന രീതിയിലുള്ള, നമ്മൾ ബാംഗ്ലൂരിലൊക്കെ പറയത്തില്ല, ഇവിടുന്ന് പയ്യന്മാരൊക്കെ നാട്ടിൽ ഭയങ്കര മാന്യന്മാരായിരിക്കും, ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ പിഴച്ചു പോകുന്നൊക്കെ പറയുന്ന പോലെ ഒരു കലാപരിപാടിയാണ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിരുന്ന കസബ സിനിമയ്ക്കെതിരെ, അതിനകത്ത് സ്ത്രീകൾക്കെതിരെ, അതിൻ്റെ സംവിധായകനെതിരെ, മമ്മൂട്ടിക്കെതിരെയൊക്കെ ഡയലോഗ് അടിച്ച ടീമാണ് യാഷിൻ്റെ ഒരു പടത്തിൻ്റെ ടീസർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോണ്ടത്തിൻ്റെ ആട് പോലെ തന്നെ തോന്നുന്ന രീതിയിലൊരു ടീസറാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. സിനിമ എന്ന് പറയുമ്പോൾ സിനിമയായിട്ട് കാണുക എന്നുള്ളതാണ്. അതിനകത്ത് വന്നിട്ട് അവർ ഒരു സിനിമയുടെ ഒരു സീൻ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക, എന്നിട്ട് അതിനകത്ത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക, മമ്മൂട്ടിയെ വിമർശിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകനെ വിമർശിക്കുക. ഇതേ പുള്ളികൾ തന്നെ സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എരികേറ്റി വിട്ട പുള്ളികൾ തന്നെ മറ്റൊരു സിനിമ എടുക്കാൻ നേരത്ത് അതിനകത്ത് പോയിട്ട് ഇമാതിരി കലാപരിപാടിയെല്ലാം കുത്തിക്കയറ്റുക. എന്തിനു വേണ്ടി? ബിസിനസ്സിന് വേണ്ടി. യാഷിനെ പോലുള്ള ഒരാളെ പടമാകുമ്പോൾ നല്ല രീതിയിൽ ബിസിനസ് കിട്ടും, നല്ല രീതിയിൽ അതിനകത്ത് വരുമാനം കിട്ടും എന്നുള്ളത് ശരിയാണ്. എന്തായാലും പടം ഇറങ്ങിക്കഴിയാൻ നേരത്ത് ഗീതു മോഹൻദാസിനെ
എയറിലിരിക്കേണ്ടത് തന്നെ വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലൊരു മേഖലയാണ് അവരുടെ മേഖല, സിനിമാ മേഖല. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം കൂടെ കുത്തിക്കയറ്റി അവസാനം ഇല്ലാതാക്കി കളയാനൊന്നും പറ്റൂല. ആ സിനിമ എന്ന് പറയുന്നത്, യാഷിൻ്റെ പടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മാസ പടമായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഡേറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നും യാഷിന് വരുന്നില്ല. അമ്മാതിരി ഒരു വലിയ പടത്തിനെ യാഷ് ഇനി നിന്ന് കൊടുക്കത്തുള്ളൂ. KGF ശേഷം വരുന്ന ഒരു പടം വലിയ പ്രതീക്ഷയുമാണ് യാഷിന്. അപ്പം എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത പുള്ളികളും അല്ലെങ്കിൽ വലിയ ഭക്തിയും ബഹുമാനവും ഒക്കെ ആയിട്ടിരുന്നിട്ട് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നിടത്ത് കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്ന പയ്യന്മാരൊക്കെ ഉണ്ട്. സകലം വ്യാളത്തരവും അവിടെ പോയി ചെയ്യുന്ന പയ്യന്മാരുണ്ട്. ഇതുപോലെ ഒരു കലാപരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് ഈ ഗീതു മോഹൻദാസിൻ്റെ ടീസർ. എന്തായാലും ടീസറായിട്ട് കണ്ടു കഴിഞ്ഞാൽ കിടിലനായിരിക്കും. പക്ഷേ രഞ്ജി പണിക്കറിൻ്റെ പോസ്റ്റ് വായിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുക. പിന്നെ ഈ WCC അല്ലെങ്കിൽ ഇതുപോലുള്ള മെമ്പർമാർ ഈ പാർവതി തിരോത്തിൻ്റെയൊക്കെ ഡബിൾ സൈഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ ഒന്ന് പറയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറൊന്ന് പറയും. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സംഭവത്തെ ഇഷ്ടമല്ലെന്ന് പറയും, പിന്നെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കും. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത കുറേ കലാപരിപാടി ഇവർക്കുണ്ട്. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക. താങ്ക് യു.